പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 4(1)(b). വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 4(1)(b) പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു നിയമമാണ്. ഈ നിയമം നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും സംസ്ഥാനങ്ങൾ വിധിയോട് മുഖം തിരിച്ചു നിന്ന ഘട്ടത്തിൽ 2023 ഓഗസ്റ്റ് 17 സുപ്രീം കോടതി സെക്ഷൻ 4(1)(b) നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത്തരം സർക്കാർ ഓഫീസുകൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് വിവരാവകാശ കമ്മീഷൻ. ഇനി എന്താണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 4(1)(b) എന്ന് നോക്കാം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഘടനയും ചുമതലയും ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങളും അവർ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ പാലിക്കേണ്ട നടപടികളും വിശദമായി സ്വമേധയാ പ്രസിദ്ധീകരിക്കണം എന്നാണ് സെക്ഷൻ 4(1)(b) വിശദീകരിക്കുന്നത്. മേൽവിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കണമെന്നും നിഷ്കർഷിക്കുന്നു. നിയമം നടപ്പിൽ വരുത്തി 120 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഓരോ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ശമ്പളമായും പദ്ധതികളായും ചെലവഴിക്കുന്ന പണവുമായി ബന്ധപ്പെട്ട ബജറ്റും കണക്കുകളും പ്രസിദ്ധപ്പെടുത്തണം. കാലാകാലങ്ങളിൽ വിവരങ്ങൾ പുതുക്കുകയും വേണം. അവ പൊതു അധികാര സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും ചട്ടം വ്യക്തമാക്കുന്നു. ഇതാണ് സെക്ഷൻ 4(1)(b). ഈ നിയമം ഓരോ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ശമ്പളമായും പദ്ധതികളായും ചെലവഴിക്കുന്ന പണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓഫീസുകളിൽ ക്രമപ്പെടുത്തി വെക്കാനും വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള പൊതു ഡൊമൈനുകളിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ പൗരന് സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ നിയമാനുസൃതമായി പരിശോധിക്കാനും വിവരങ്ങൾ അറിയാനും കഴിയും. ഈ വിവരം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.